നോക്കൗട്ടർ ഇവരൊക്കെ ചാനൽ നിർത്തിയ വീഡിയോ ഇടുന്ന പോലും ഇല്ല. നമ്മുടെ ഈ പറഞ്ഞ ബ്രോയ്ക്ക് ഇപ്പം 220 ഒരു വലിയൊരു ഒരു വഴിത്തിരിവാ തന്നത് അല്ലേ? 220 ഇപ്പം പണി കിട്ടിയതിന് ശേഷം ആ വണ്ടി ഞാൻ വേറൊരു എഞ്ചിൻ എടുത്ത് കയറ്റിയതാ. സത്യം പറഞ്ഞാൽ അതൊരു കള്ളവണ്ടി കണക്കാ കൊണ്ടു കിടന്നത്. ഒരു ആക്സിഡന്റ് വല്ലതും സംഭവിച്ചാൽ കേസാവും. അതുകൊണ്ട് ലോങ് റൈഡ് എവിടെയെങ്കിലും പോകാൻ നേരത്തെ ആക്സിഡന്റ് വല്ലതും സംഭവിച്ചാൽ എഞ്ചിൻ നമ്പർ ഇല്ല. വണ്ടി പോടാ ആ വണ്ടി ഞാൻ അത് നമുക്ക് സത്യം പറഞ്ഞാൽ അതൊരു ഷോക്കായിരുന്നു. എന്നെ പെട്ടത് ഹിമാലയ മൂസ വിളിച്ചിട്ട് എന്റെ അടുത്ത് സനലിന് ആക്സിഡന്റ് ആയി ലൈവ് ഇട്ടേക്കുന്നത്. അവൻ തന്നെ ലൈവ് ഇട്ടേക്കുന്നു. ഞാനല്ല മുബാർക്ക് സനലിന് ഇപ്പൊ കുറവുണ്ട്. അപ്പൊ ഞാൻ ലൈവിൽ നിന്ന് കാണുന്നു. അടുത്തൊരു സ്ഥലത്ത് പോവാണെങ്കിൽ അവിടെ ഒരു എക്സ്പെൻസ് എടുത്തോണ്ട് പോകും. കടയിൽ പോകാനാണെങ്കിൽ ഡ്യൂക്ക് എടുത്തോണ്ട് പോകും. പിന്നെ കല്യാണോ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനും അങ്ങനെ ചുമ്മാ കണ്ണാപ്പിത്തരം കാണിക്കാൻ നേരത്തെ RC കടിച്ച് ഷോ കാണിച്ചു പോവാം. കണ്ണാപ്പിന്നല്ല പറയണ സനല് കണ്ണാപ്പിയാണ്. ആഴ്ചയിൽ 2 വീഡിയോ വെച്ച് എങ്ങനെ ആയിരുന്നു? ഞാൻ ആഴ്ചയിൽ 3 വീഡിയോ ആക്കി. 4 പോണേ. ചൊവ്വ ബുധൻ വ്യാഴം. എന്നാ ഞാൻ 5 ആക്കും. സീരിയലല്ല. അപ്പോ വീണ്ടും നമ്മളൊരു 6ാമത്തെ ടേക്കിലാണ് കാര്യങ്ങളൊക്കെ ഉഷാറാക്കാനായിട്ട് പോകുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സനലുമായിട്ട് നമ്മൾ ഡ്യൂക്ക് 390യുടെ കുറച്ച് വിശേഷങ്ങൾ സംസാരിക്കാനായിട്ട് പോവുകയാണ്. ഒരു കുന്നംകുളം പോഡ്കാസ്റ്റ് എന്ന് വേണേൽ പറയല്ലേ? ചെറിയൊരു പോഡ്കാസ്റ്റ് പോലുള്ള ഒരു സെറ്റപ്പാണ്. റൂമിലൊക്കെ വെച്ച് 2 ക്യാമറയൊക്കെ വെച്ച് AC റൂമിലൊക്കെ വെച്ച് പീസും കാമായിട്ടൊക്കെ ചെയ്യുന്ന സംഭവമാണ്. പക്ഷെ നമ്മൾ കുറച്ച് നാച്ചുറൽ ആയിട്ട് പ്രകൃതിയുടെ നടുക്ക് നിന്നുകൊണ്ട് ഒരു സ്റ്റൂള് പോലും ഇല്ല. അപ്പൊ അതൊക്കെ നമ്മൾ ഉടൻ തന്നെ സെറ്റ് ആക്കുന്നതായിരിക്കും. നമ്മളത് പ്ലാനിങ്ങിലാണ് സത്യത്തിൽ ഒരു പോഡ്കാസ്റ്റ്. ഈ വീഡിയോ വ്യൂ ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കണം അല്ലേ? അതെ അതെ. ഇതിലൊരു എത്ര വേണം? ഇതിനൊരു ഇപ്പോഴത്തെ സാഹചര്യം വെച്ചൊരു 2000 കിട്ടിയാൽ 5000 പേര് ഈ വീഡിയോ കണ്ടാൽ 5000 അടുത്ത വീഡിയോ AC റൂമിന്റെ അകത്ത് വെച്ചല്ലേ? AC റൂമിന്റെ അകത്ത് ചുമ്മാ ഹോട്ടൽ എടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഈ പറഞ്ഞല്ലോ വണ്ടികളെ പറ്റി അല്ലെങ്കിൽ വണ്ടികളുടെ ന്യൂസിനെ പറ്റിയിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കുറച്ച് യൂസ് ചാനൽ പോലുള്ള അതുപോലെ തന്നെ 2-3 പേര് ഇപ്പം അപ്കമ്മിങ് ആയിട്ട് വരുന്നുണ്ട്. അവരെയൊക്കെ വെച്ചിട്ട് ചെറിയൊരു പോഡ്കാസ്റ്റ് എന്നുള്ള രീതിയിൽ ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാനിങ് ആണ്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു വിഷയം എടുത്തിട്ട് അത് ഊരിപ്പെരുപ്പിച്ച് വലുതാക്കി നിങ്ങൾക്ക് കണ്ടോണ്ടിരിക്കാൻ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ബൈക്ക് സ്നേഹിക്കുന്ന എല്ലാവർക്കും എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ഡ്യൂക്ക് 390 BS6 ഉണ്ടാ. ഈ വണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വണ്ടിയാണ്. നമുക്ക് അറിയാമല്ലോ, ഈ വണ്ടി ഇറക്കുന്ന സമയത്ത് ഞാൻ കൊല്ലത്തൊക്കെ വന്നിട്ടുള്ള അങ്ങനെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. അന്ന് തന്നെയാണ്. അങ്ങനെ നമ്മൾ വണ്ടി എടുത്തതിന്റെ ചരിത്രമൊക്കെ പറയണോ ഈ വീഡിയോയില്? കുറച്ച് ലാഗാണ്. ലാഗ് എന്നാലും കുഴപ്പമില്ല, പറയാം. അപ്പൊ ഇന്ന് നമ്മൾ ഈ വണ്ടിയുടെ ഒരു ഓണർഷിപ്പ് റിവ്യൂ, അതായത് ഡ്യൂക്ക് 390 എടുത്തിട്ട് എത്ര കിലോമീറ്റർ ആയിപ്പം? ഇപ്പൊ 60,000 കിലോമീറ്റർ കഴിഞ്ഞു. 60,000 കിലോമീറ്ററിനിടയിൽ ഇതുവരെ ഒരു ക്ലച്ച് പ്ലേറ്റ് പോലും മാറാത്ത വണ്ടി ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു സനലിന്റെ വണ്ടി മാത്രമേ ഉള്ളെന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഉള്ളിൽ KTM അല്ലേ, യമഹായോ ജപ്പാനോ ഹോണ്ടായും കൊണ്ടാണെന്നായി ബലമായ സംശയം. കാര്യം എനിക്ക് മെയിൻറ്റെയിൻ ചെയ്ത പോലെ ഇരിക്കും. എന്നിരുന്നാലും എത്ര മെയിൻറ്റെയിൻ ചെയ്താലും പല ആൾക്കാർക്കും പണി കിട്ടുന്നുണ്ട്. മിനിമം ഒരു ടൈമിംഗ് ചെയിനെങ്കിലും മാറണം. അത് 50,000 കിലോമീറ്ററിലൊക്കെ ഒരു ടൈമിംഗ് ചെയിൻ മാറണമെന്നാണ് ഷോറൂമുകാരായിട്ട് പറയുന്നുണ്ട്. ടൈമിംഗ് ചെയിനും അതിന്റെ ടെൻഷനറും കാര്യങ്ങളൊക്കെ 50,000 കിലോമീറ്റർ ഇളക്കി സർവീസ് ചെയ്യുന്ന എനിക്ക് തൊടാൻ പേടിയാ. ഇപ്പൊ ഒരു ചിലപ്പോ സൗണ്ട് പോലും ഇല്ല, പക്ക നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ഇപ്പോഴും തുറക്കാൻ ഒരു പേടിയായിട്ട്. അപ്പം അങ്ങനെയുള്ള ഒരു വണ്ടിയുടെ ഒരു ഓണർഷിപ്പ് റിവ്യൂ തുടക്കം തൊട്ട് അവസാനം വരെ നമുക്ക് പറയാം. നാളെ 5 മണിയാവും. നാളത്തെ വീഡിയോ 8ന്റെ പണി പോയി. അങ്ങനെ സത്യം എഞ്ചിൻ പണി എന്ന് പറഞ്ഞപ്പോഴേ ഒരു എഞ്ചിൻ പണി കാരണം ഈ വണ്ടി എടുത്തത് അല്ലേ? ധനുഷ്കോടിയില് 220യുടെ പണി കാരണം എടുത്തൊരു വണ്ടിയാണ് സത്യത്തിൽ. അന്ന് അതിന്റെ ഒരു കഥ എന്ന് പറയാ, അതെന്ന് വെച്ചാ ആ ഒരു സമയത്താണ് ഞാൻ യൂട്യൂബ് കുറച്ച് ആക്റ്റീവായിട്ട് നിന്ന സമയം. നമ്മളെല്ലാം ആക്റ്റീവായിട്ട് പീക്ക് സമയം എന്ന് പറയുന്നത് 2021 ആയിരുന്നു. നമുക്കെല്ലാം ഇടുന്ന ഉടനെ വ്യൂസ് ആയിരുന്നു. അങ്ങനെ നമുക്ക് കണ്ടന്റിന് ക്ഷാമമില്ലായിരുന്നു. ഇന്ന് ഐഫോൺ ഉണ്ട്, മൈക്ക് ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ക്യാമറ കണ്ടന്റ് ഇല്ല, ഒരു പഴയ ഒരു ഗുമ്മില്ല, പവറില്ല. പക്ഷെ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോക്കോടെ ഫോൺ ആയിരുന്നില്ലേ നമുക്ക് കണ്ടെടുക്കും. പോക്കോടെ ഫോണും ഒരു ഗോപ്രോയും ഉണ്ടെങ്കിൽ ഉണ്ട്. പക്ഷെ ഭയങ്കര എനർജി ആയിരുന്നു അന്ന്. നമുക്ക് സമയം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പ്രാക്ടീസ് ആക്കാൻ നോക്കിയതായിരിക്കും നമ്മള്. അതെ അതെ, അത് വിടാം. നമുക്ക് ബൈക്കിനെ പറ്റി പറയാം. അപ്പൊ 220 ഉള്ള സമയത്തായിരുന്നു. അതെന്തൊക്കെ പറയണോ? അത് ലാഗാവൂ? എന്തോ ലാഗാൻ പറഞ്ഞോ? ഇത് നമ്മൾ പോഡ്കാസ്റ്റ് ഒരു ഇന്റർവ്യൂവിലോട്ട് പോയതാ, പെട്ടെന്ന് നമ്മൾ പോഡ്കാസ്റ്റിലോട്ട് തിരിച്ചു കൊണ്ടുവന്നു.
220 കൊണ്ട് ധനുഷ്കോടി പോയി. ഞാൻ ചുരുക്കി പറയാം, ധനുഷ്കോടി പോയ സമയത്ത് നമുക്ക് ഇതിനൊക്കെ ഒരു എഞ്ചിൻ പണി വന്ന് വണ്ടിക്ക് ഒരു ടോപ്പ് എൻഡ് അങ്ങോട്ട് കടക്കുന്ന സമയത്ത് എഞ്ചിൻ പണി വന്ന് അങ്ങനെ എഞ്ചിൻ അടിച്ച് പോയി. കുറച്ച് വിഷമങ്ങളും കരച്ചിലും ബഹളമൊക്കെ ആയി. വണ്ടി അവിടെ നിന്ന് 400 കിലോമീറ്റർ ഞാൻ നമ്മുടെ ഹിമാലയ മ്യൂസിയം കൂടെ പിന്നെ കെട്ടി വലിച്ച് ഇവിടെ കൊണ്ടുവന്ന് ആ ഒരു സമയത്തൊക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യണം എൻ്റെ അമ്മയൊക്കെ. അതായത് ബൈക്ക് ഒരു ഡ്യൂക്ക് എടുക്കണമെന്ന് ആഗ്രഹം ഉള്ളതെന്ന് അതിന്റെ അപ്പുറം എനിക്ക് വാങ്ങിക്കണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. സൂപ്പർ ബൈക്ക് മേടിക്കുന്ന ഒരു ഫീൽ ആയിരുന്നു. അത്രയ്ക്ക് സാധാരണക്കാരാണ് നമ്മള്. യൂട്യൂബ് ഒക്കെ ഉണ്ടെങ്കിലും പിന്നെ പറ്റിയില്ല അത്. പിന്നെ അവസാനം എന്റെ കരച്ചിലൊക്കെ കണ്ടു തന്നെ വരാം. കരച്ചിലൊക്കെ കണ്ട് 24 വയസ്സുള്ള കാള അന്ന് 24 അല്ല, അന്ന് എത്ര 26, ഇന്ന് 27, ഇന്ന് 28 അന്ന് 24. ഞാൻ ചുമ്മാ പറഞ്ഞു കരയണത് ഇപ്പഴാണ് ഞാൻ കരയും. പിന്നെ കരഞ്ഞൂടെ? തീർച്ചയായിട്ടും സംഭവമാണ് നമ്മള് ബൈക്കിന് എന്തെങ്കിലും പറ്റുമ്പോഴൊക്കെ ഉള്ള ഒരു വിഷമം. അതൊക്കെ നമ്മൾ അനുഭവിച്ചവർക്ക് അത് പറയാൻ പറ്റത്തുള്ളൂ. സത്യത്തില് നമ്മള് കാര്യം ചെയ്യുന്നത് പ്രത്യേകിച്ച് പൈസ ഇല്ലാത്ത സാഹചര്യത്തിൽ വണ്ടിക്ക് എന്തെങ്കിലും മെയിൻ്റെനൻസ് വന്നാൽ പോലും നമുക്ക് കണ്ണീന്ന് ഒരിക്കലെങ്കിലും വരും. അത് ഇപ്പോഴും ബൈക്കാണോന്നില്ല, നമ്മുടെ വണ്ടി നമുക്ക് ഇഷ്ടപ്പെടുന്ന എന്ത് സാധനത്തിനാണെങ്കിലും നമുക്കൊരു വല്ലാത്തൊരു വിഷമമാണ്. ഇപ്പോഴും ഞാനൊരു തുണിക്കടയിൽ പോയാൽ എനിക്ക് അവിടെ നിന്ന് ഒരു ഡ്രസ്സ് എടുക്കാൻ നേരത്തെ 1000-1500 കാണുമ്പോൾ എനിക്കൊരു അറപ്പാ, അത്രയും പൈസ ഒരുമിച്ച് പോവും. പക്ഷെ ഞാൻ ആ സമയത്ത് അന്ന് എക്സ്പൾസിന്റെ ഒരു ബാഷ് പ്ലേറ്റ് വാങ്ങിക്കണോ 2000 രൂപ എന്ന് പറഞ്ഞു. ഒന്നും ചോദിച്ചില്ല, അപ്പോഴേ പൈസ എടുത്ത് കൊടുത്ത്. എന്റെ അവസ്ഥ തന്നെ. എനിക്കൊരു FC ഉണ്ട്, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. വണ്ടി പണിത് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ യൂട്യൂബിന്റെ വരുമാനത്തിൽ ഒരു നല്ല ശതമാനം അതിനകത്ത് പേര് കളഞ്ഞേക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ എനിക്കൊരു ഡ്രസ്സ് എടുക്കാവുന്ന സമയത്തോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന കാര്യത്തിലില്ല കേട്ടോ. ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ നമ്മൾ ആവശ്യമാകുമ്പോൾ എല്ലാവരും അങ്ങനെ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു ഡ്രസ്സോ അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ ഷൂസും കാറിലൊക്കെ എടുക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് സംഭവം അങ്ങനെ നമുക്കൊരു വലിയൊരു എമൗണ്ട് കളയുന്ന സമയത്ത് ആവശ്യ സാധനങ്ങൾ എന്തായാലും വേണം. പക്ഷെ ഈ പറഞ്ഞ പോലെ ബൈക്കിന് 10,000 RCB ഓക്കെ എഴുതി അങ്ങോട്ട് വെച്ച് പിന്നെ വണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ഇനി എൻഡ്യൂർ എടുക്കുവാന്നൊക്കെ അതിലോട്ടൊക്കെ നമുക്ക് വരാം. വീണ്ടും ചർച്ച മാറുന്നു. വീണ്ടും ചർച്ച മാറും. അങ്ങനെ നമ്മള് വീട്ടിലൊക്കെ പ്രശ്നമൊക്കെ ആയി. അവസാനം സെക്കൻഡ് ഹാൻഡ് ഒരു ഡ്യൂക്ക് എടുക്കാനായിട്ട് നോക്കി, ഡ്യൂക്ക് 390 എടുക്കാൻ നോക്കി. പക്ഷെ അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് ചില പണി. ഡ്യൂക്ക് സനൽ എന്ന് പറഞ്ഞ ഡ്യൂക്ക് ഇഷ്ടപ്പെട്ടത് 200 ആണോ 390 ആണോ? എനിക്ക് 200 ആ ഒരു കാറ്റഗറി. എനിക്കിപ്പോ KTM മൊത്തത്തിൽ ഇഷ്ടമാണ്. KTM അങ്ങനെ ഡ്യൂക്ക് അല്ല, ഓറഞ്ച് മുട്ടായി പോലെ KTM മൊത്തത്തിൽ എനിക്കൊരു പ്രാന്ത് കണക്ക്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പം Enduro 390 ഇപ്പൊ ഇറക്കി എന്ന് പറഞ്ഞത്. അപ്പം അതും കൂടെ എടുക്കാതെ എന്റെ വീട്ടിലിപ്പം 390യുടെ 3 സെഗ്മെന്റ് ആയിരിക്കും അപ്പം വേണ്ടി ഇരിക്കുന്നത്. Enduro ഓഫ് റോഡ് പോകാൻ ഒരു വണ്ടി, ട്രാക്ക് RC അങ്ങനെ സംഭവം ഭയങ്കര ഒരു സെറ്റാണ്. എന്നിട്ട് എന്താ വീട്ടിലെന്തായി? വീണ്ടും അത് വിഷയം മാറിപ്പോ നിങ്ങള് വീട്ടിൽ അങ്ങനെ പ്രശ്നമൊക്കെ. അവസാനം അമ്മ മാലയൊക്കെ കുറച്ച് മാമീരായിരുന്നു അവിടെ നിന്നൊക്കെ അറേഞ്ച് ചെയ്ത് സ്വർണം പണയം വെച്ചു. കാർഷിക ലോണിൽ പണയം വെച്ചു. അതാകുമ്പോ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് കുറവാ. അങ്ങനെ പണയം വെച്ച് റെഡി പേയ്മെന്റിലാണ് വണ്ടി ഇറക്കിയത്. EMI അടച്ചുകൊണ്ട് നിൽക്കുന്നത്. EMI അല്ല, സ്വർണം പണയം. അതിപ്പം കുറച്ചും കൂടെ ഉണ്ട്. ഏകദേശം 1,00,000 രൂപ അടുപ്പിച്ചുണ്ട്. ഇനിയുണ്ടോ? സാധാരണ ഒരു ബൈക്ക് CC അടയ്ക്കുന്ന പോലെ തന്നെ ആണല്ലോ. ആണ്, പക്ഷെ വേറെ കുറച്ച് ഒന്നിച്ചങ്ങ് അടച്ചായിരുന്നെങ്കിലോ? എങ്ങനെയാ? ഒന്നിച്ചങ്ങ് അടച്ചായിരുന്നെങ്കിൽ പ്രശ്നം തീർത്തില്ല, നമുക്ക് പലിശ കുറഞ്ഞിരിക്കത്തില്ലായിരുന്നു. എവിടെ CCക്കോ? അല്ല, ഈ പണയേ പെട്ടെന്ന് ഒന്നിച്ചങ്ങ് അടച്ചിരുന്നായിരുന്നു നമുക്ക് പെട്ടെന്ന് അടയ്ക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ ഇനിയിപ്പം ഈ വണ്ടി അന്നേരം എടുത്തു ഇമോഷണൽ ആയിരുന്നു, ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ഇരുന്ന്. അപ്പം ഇപ്പം ഈ സെയിം എഞ്ചിൻ വരുന്ന RC ഉണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ എൻഡ്യൂർ എടുക്കാനായിട്ട് ഉള്ളൊരു മൈൻഡിൽ നിൽക്കുകയാണ്. അപ്പം ഒരു മടുപ്പ് തോന്നിട്ടുണ്ടോ ഇപ്പൊ ഈ 390 ഇത്രയും വേണമെന്ന് തോന്നിയപ്പോ? 390 ആരെങ്കിലും മടുക്കോ? എനിക്ക് തോന്നുന്നില്ല. 390 എന്തായാലും മടുക്കത്തില്ല. എന്നാലും നമ്മൾ 3 സെഗ്മെന്റ് ഓടിക്കുമ്പോഴേ അല്ല, എനിക്ക് എല്ലാം ഒരു ദിവസം ഇപ്പൊ 3 ബൈക്കുണ്ട്. ഒരു ദിവസം എല്ലാ വണ്ടികളും ഓടിക്കുന്ന വെച്ചാൽ എനിക്ക് തോന്നുന്നു മിക്ക ദിവസവും ഞാൻ 3 വണ്ടി ഞാൻ ഓടിക്കും. 3 വണ്ടി ഞാൻ ഓടിക്കും. ഇപ്പൊ കപ്പാവള പോകാനാണെങ്കിൽ അവിടെ ഞാൻ എക്സ്പൾസ്, കപ്പാവള നിങ്ങൾക്ക് മനസ്സിലാവും, വീട്ടിന്റെ അടുത്തൊരു സ്ഥലത്ത് പോകാണെങ്കിൽ അവിടെ ഒരു എക്സ്പൾസ് എടുത്തോണ്ട് പോകും. കടയിൽ പോകാനാണെങ്കിൽ ഡ്യൂക്ക് എടുത്തോണ്ട് പോകും. പിന്നെ കല്യാണോ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനും അങ്ങനെ ചുമ്മാ കണ്ണാപ്പിത്തരം കാണിക്കാൻ നേരത്തെ RC-യിൽ കുറച്ച് വിഷയമായി കാണിച്ചു പോകാം. കണ്ണാപ്പി വേണ്ടിന്നല്ല പറയണ, റോഡിൽ കുറച്ച് കണ്ണാപ്പിത്തരൊക്കെ ഉണ്ട്. അതെന്തായാലും ഈ വണ്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ റോഡിൽ കിടന്നിങ്ങനെ, അല്ല, നമുക്ക് നമ്മളെ ഏജും കാര്യങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോഴും ബൈക്കിനെയൊക്കെ വിട്ട് കാറിലോട്ടൊക്കെ ആവാൻ നേരത്ത് നമ്മൾ എന്തായാലും ഓട്ടോമാറ്റിക് ആയിട്ട് ബൈക്കിനെ നമ്മളൊന്നും ഇഷ്ടം മാറാൻ സാധ്യത ഉണ്ട്. അതെ. ഇപ്പം സ്വാഭാവികമായിട്ട് ഇപ്പൊ 2022 നിന്നും
2021 വെച്ച് നോക്കുന്ന സമയത്ത് ഇപ്പം ഒരുപാട് കാലം മാറി. പിന്നെ ഞാൻ കാർ എടുത്തു, കാറിനകത്താ കൂടുതലും. അല്ല ഇപ്പോഴത്തെ പിള്ളേരും അങ്ങനെയാന്ന് തോന്നുന്നു. ഇപ്പൊ കാറിലോട്ട് മാത്രമല്ല, ബൈക്കിന്റെ പരിപാടിയൊക്കെ ഇപ്പോഴും ഹൈവേ കട 170 പോയിട്ട് BGM ഇടുന്ന ആൾക്കാരൊക്കെ വളരെ കുറവാണ് അല്ലേ? മാറിയിട്ടുണ്ട്, ഒത്തിരി ആൾക്കാരൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പം ഇനിയിപ്പം എത്ര കാലം കഴിഞ്ഞാലും നമ്മൾ ഈ ടെക്നിക്കൽ സൈഡ്, വണ്ടിയുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ വണ്ടി മെയിൻ്റനൻസ്, വണ്ടിയുടെ എൻജിൻ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഉള്ള വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ക്ലച്ച്ലെസ് ഒക്കെ ചെയ്യുന്ന പോലെ, അതൊക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തായാലും നമുക്ക് കാണും. കാരണം നമുക്കൊരു വണ്ടി ഇപ്പം എൻഡ്യൂറോ ഇഷ്ടപ്പെട്ടില്ല, എനിക്കും ഈ പറഞ്ഞ പോലെ എൻഡ്യൂറോ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. ഈ പറയുന്ന പോലെ ഫണ്ടിൻ്റെതായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ എടുക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഞാനും എടുക്കുന്നില്ല, അത് ഒന്നും ആയില്ല ചെയ്ത്. അടുത്ത വീഡിയോ 4 വീഡിയോ പ്ലാൻ ചെയ്ത് വെച്ചേക്കോ. അലോയാണ് ഞാൻ അടുത്ത നോക്കുന്നത്. നമ്മൾ ചെയ്യാൻ പോയത് വീഡിയോ, ബുക്ക് ചെയ്തിട്ട് വന്ന വീഡിയോ, എടുത്ത വീഡിയോ, അത് വീട്ടുകാരുടെ റിയാക്ഷൻ വീഡിയോ. എക്സ്പ്രസ് കൊടുത്തിട്ട് എടുക്കുള്ളൂ. എക്സ്പ്രസ് കൊടുത്തിട്ട് എടുക്കുന്നത് ഒരു മണ്ടത്തരമാണ്. ആണോ വെച്ചെങ്കിൽ ആണ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല, വേറെ വഴിയില്ല, മുഖത്തൊക്കെ പറയല്ല. അപ്പം ബാക്ക് ടു ദ പോയിന്റ്, വീണ്ടും നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെ മാറി. ഇനിയിപ്പം നമ്മുടെ ഡ്യൂക്ക് 390 എങ്ങനെയാ മെയിൻറ്റെയിൻ? ഇത്രയും കിലോമീറ്റർ ആയിട്ടും ഒരു പണി വരാത്ത മെയിൻറ്റെയിൻ എന്ന് പറയുമ്പോൾ പ്രോപ്പറായിട്ട് ഓയിൽ ചേഞ്ചും ഇതിന്റെ ഫിൽട്രേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ മാറും. അതുകൊണ്ടായിരിക്കണം പ്രോപ്പറായിട്ട് നമ്മൾ മാറിയിരിക്കണം. കാര്യം അത് 7000 കിലോമീറ്റർ ഒക്കെയാണ് ഷോറൂമൊക്കെ ആവശ്യപ്പെടുന്നത്. ഞാനൊരു 50,000 ആവുന്ന വരെ ഞാൻ ഒരു 5000 കിലോമീറ്ററിലാണ് ഇതിന്റെ ഓയിൽ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തത്. 50,000 കഴിയുമ്പോൾ എന്തായാലും കുറച്ച് പ്രായമാവില്ല വണ്ടിക്ക്. കുറച്ചുകൂടെ നേരത്തെ ഇപ്പൊ 4000 അതിനകത്ത് വെച്ചാൽ ഞാൻ ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടായിരിക്കണം. പിന്നെ ഞാൻ ചെയ്യുന്ന മെയിൻ സംഭവമാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്തിടും. ഒരു ടെമ്പറേച്ചർ 3 കട്ടാവുന്നവരെ സ്റ്റാർട്ട് ചെയ്തിടും. അത് ആരും ചെയ്യാറില്ലെന്ന് തോന്നുന്നു. അത് സത്യത്തില് അതാണ് മെയിൻ കംപ്ലൈന്റ്. ഈ വണ്ടികൾക്കെല്ലാം, ഈ ഡ്യൂക്കിന് പ്രത്യേകിച്ച് കൂടുതലായിട്ട് ചെയ്യണം. പക്ഷെ എല്ലാ വണ്ടികളിലും, പ്രത്യേകിച്ച് കാർബറേറ്റർ വണ്ടികളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ FI വണ്ടി അല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഓയിൽ സർക്കുലേറ്റ് ചെയ്യത്തില്ല. അപ്പൊ നമ്മൾ എങ്ങനെ പോലൊരു 30 സെക്കൻഡെങ്കിലും മിനിമം നമ്മളൊന്ന് വണ്ടി ഓണാക്കി ഒന്ന് വാങ്ങാൻ എല്ലായിടവും, ആ റോക്ക് റാമിലും. ഈ വണ്ടി ഇതിന്റെ കാര്യം DOHC എഞ്ചിനാണ്. ഇതിനകത്ത് ഈ ഓയിൽ സപ്ലൈ വരാത്ത രീതിയിൽ പെട്ടെന്ന് എടുത്ത് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ തേയ്മാനം പെട്ടെന്നൊന്നും വരത്തില്ല, കാലക്രമേണ അതിന് തേയ്മാനം ഉണ്ടായി അവസാനം ഒരു സൗണ്ട് വരും. പിന്നെ സൗണ്ട് വെച്ച് കുറച്ച് നാൾ ഓടിക്കും. ആ സൗണ്ട് ഇട്ട് കുറച്ച് നാൾ ഓടിച്ച് അവസാനം ആ കംപ്ലൈന്റ് മൂലം താഴെ നിന്ന് മോള് വരെ ഒറ്റ അടിക്കൊരു പണിയായിരിക്കും. പിന്നെ മെയിനായിട്ടും വണ്ടിക്ക് വരുന്ന കംപ്ലൈന്റ്, ഡ്യൂക്ക് സീരീസ് KTM വണ്ടികൾക്ക് മെയിനായിട്ടും വരുന്ന സംഭവം എന്ന് പറയുന്നത് സിലിണ്ടർ കംപ്ലൈന്റ് ആണ്. സ്ക്രാച്ച് അങ്ങനെയൊക്കെ വൈറ്റ് സ്മോക്കോ അല്ലെങ്കിൽ ഓയിൽ കുറയുന്നതായിട്ട് വല്ലതും ഉണ്ടായിരുന്നോ? എനിക്കുണ്ടോ? ഈ വണ്ടിക്കൊന്നുമില്ല. എഞ്ചിൻ ഭാഗമായിട്ട് എനിക്കതിൻ്റെ അത് വന്നതെന്ന് വെച്ചാൽ ബേക്ക് സസ്പെൻഷൻ അടിച്ചു പോയായിരുന്നു. അത് നോർമലി KTMന്റെ കൂടപ്പിറപ്പാണ്. അല്ല, ഇതിനകത്ത് കംപ്ലൈന്റ് പറയാതെ മാത്രമേ ഉള്ളൂ. പിന്നെ ആക്സിഡന്റ് സംഭവിച്ച് അത് മാറി. അന്ന് ഓർമ്മ അതിലേ അതിന്റെ പെയിൻ ഇപ്പോഴും എന്റെ കിടപ്പുണ്ട്. ഇപ്പോഴും ഭയങ്കര വേദന അതിന്റെ. അത് നമുക്ക് സത്യം പറഞ്ഞാൽ അതൊരു ഷോക്കായിരുന്നു. എന്നെ പെട്ടത് ഹിമാലയ മൂസ വിളിച്ചിട്ട് എന്റെ അടുത്ത് സനലിന് ആക്സിഡന്റ് ആയി, ലൈവ് ഇട്ടേക്കുന്നത്. അവൻ തന്നെ ലൈവ് ഇട്ടേക്കുന്നത്. ഞാനല്ല, മുബാറക്കില് സനലിന് ഇപ്പൊ കുറവുണ്ട്. അപ്പൊ ഞാൻ ലൈവിൽ കാണുന്നു. ചാനൽ അപ്പുറത്തിറക്കും. മുബാറക്കുന്നുണ്ട്, മുബാറക്കിന് ഇപ്പം കുറവുണ്ട്, മരിക്കാൻ നടത്താം അണ്ണാക്കിലോട്ട് ലൈവ് കൊണ്ട്. പക്ഷെ കൂടെ ഉണ്ടായിരുന്നു ഫുൾ ടൈം. പുള്ളി എല്ലാം അവിടെ നിന്ന് എടുത്തത് കൊണ്ടുപോകാൻ വന്നത്. പുതിയ വണ്ടിയായിരുന്നു, നമ്മളൊന്ന് മോഡിഫൈ ഒക്കെ ചെയ്ത് ഫുള്ള് സംഭവം എല്ലാം ചെയ്തായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ആ ഒരു 2021 സമയത്ത് വണ്ടി ഇറക്കി അതിന് തൊട്ട് പറയാൻ കല്യാണം കഴിഞ്ഞു. എല്ലാം സംഭവം കൊച്ചുമായി. അപ്പൊ ഒരു കൊച്ചുമായി. അതിനിടയ്ക്കൂടെ എന്റെ കല്യാണം കഴിഞ്ഞാൽ എനിക്കൊരു കൊച്ചായി. അതാരും അറിഞ്ഞില്ല, പബ്ലിഷ് ചെയ്ത്. അത് നമ്മള് പബ്ലിഷ് ചെയ്തില്ല, ചെയ്യാമായിരുന്നു. നമ്മുടെ ചാനൽ പഴയ ഒരു ലെവലിലൊക്കെ ആയിരുന്നെങ്കിൽ. അല്ല, ഞാനിപ്പം ചാനലില് ഒരു ഇൻകം ആ ഒരു നിലവാരത്തിൽ ഞാൻ ഇപ്പൊ നോക്കുന്നില്ല. ഞാനും അത് തന്നെയാണ്. ഒരു മെമ്മറി അതേപോലെയാ. അതന്നെ, എനിക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. നമുക്ക് ഒരു കുറെ കാലം കഴിയാൻ നേരത്ത് ആ വീഡിയോസ് ഒക്കെ കാണുമ്പോ ഒരു വല്ലാത്തൊരു സുഖം. എന്റെ പഴയ വീഡിയോ ഒക്കെ ഞാൻ പിടിയിരുന്ന് കാണും. ഞാനിപ്പോ എന്റെ ജോലി രാത്രി ആകുമ്പോ എല്ലാ പഴയ വീഡിയോ, പഴവും തോറും വീര്യം കൂടുന്ന പറയുന്നത്. അതുപോലെ എന്റെ പഴയ വീഡിയോസ് എല്ലാവരും കാണും. കാര്യം നമ്മുടെ പഴയ ആ ഒരു വെർഷനെ നമുക്ക് കാണണമെങ്കിൽ നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സിന് അതിന് കാണാനുള്ള സൗഭാഗ്യം ഉണ്ടെന്ന് തന്നെയാണ് പറയാം. പഴയ വീഡിയോ ഇരുന്ന് കാണും. അങ്ങനെ ആർക്കും യൂട്യൂബ് ചാനൽ ഇടാം. ഒരു ഫോൺ ഉണ്ടെങ്കിൽ ആർക്കും നിങ്ങൾക്കും തുടങ്ങാൻ ചാനലൊക്കെ. പിന്നെ കഴിഞ്ഞ ഒരു 6-7 വർഷത്തെ എന്റെ മെമ്മറീസ് എല്ലാം യൂട്യൂബിൽ ഭദ്രമായിട്ടുണ്ട്. യൂട്യൂബ് പണി തന്നാ തീർന്നു. യൂട്യൂബ് അടച്ചു പോയി കഴിഞ്ഞാൽ തീർന്നു. നമ്മുടെ അതിന്റെ കോപ്പി ഒന്നും ഇല്ല, പൈസ വേണം. അതുകൊണ്ട് കുറച്ച് പ്രൊമോഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ വളരെ മോശപ്പെട്ട കുറച്ച് പ്രൊമോഷൻ പോഡ്കാസ്റ്റ് തുറന്നു പറയാം. നമ്മള് റമ്മി ഒന്നും
റമ്മി ഒന്നും ചെയ്യാൻ പാടില്ല, പക്ഷെ ഞാൻ ചെയ്യുന്നുണ്ട്. എല്ലാ പ്രൊമോഷനും ചീപ്പാണെന്നല്ല പറയണ? അല്ല ഒരിക്കലും അല്ല. നമ്മളിപ്പം ഇപ്പൊ ഈ റീസെന്റ് സാധനം സുസുക്കിയുടെ ചെയ്തു, ഞാനും ചെയ്തു. അതൊക്കെ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നതാണ്. അതുപോലെ ഗെയിമിൽ തന്നെ ഉടായ്പ അല്ലാത്തതുണ്ട്, അത് നമുക്ക് പറയാതിരിക്കും. ഇതും ഈ ബെറ്റിംഗ് ആപ്പ് അതൊക്കെ ഉടായ്പല്ല, പക്ഷെ അത് കളിക്കുമ്പോൾ നമ്മൾ മെന്റലി കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരും. ആൾക്കാർ ആക്സിഡന്റ് അല്ലേ, സൂസൈഡ്, കടം കയറി അങ്ങനെയൊക്കെ വരും. അല്ലാതെ ഉടായ്പല്ല. അത് ക്ലിക്ക് ചെയ്തും പറഞ്ഞ് നിങ്ങൾ ആ ഫോൺ ചോർത്തിക്കൊണ്ടു പോകണോ അങ്ങനൊന്നും വരുത്തുന്നില്ല. കളിച്ചാൽ പണി കിട്ടും. അങ്ങനെ നമ്മള് ബൈക്കിലോട്ട് വരികയാണ്. അതെ. എന്തോ നമ്മൾ പറഞ്ഞത്, നമ്മുടെ വിഷയങ്ങളെല്ലാം തെന്നിപ്പോയി. എടുക്കണോ? വേണ്ട, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത്രക്ക് തന്നെ ഉള്ളു, വേറെ മെയിൻ്റെനൻസ് ഒന്നും ആയിട്ടില്ല. എനിക്ക് ടയർ ഇതേപോലെ ടയർ നല്ല തേയ്മാനം കിട്ടും. നമ്മളൊരു ഇപ്പൊ എത്ര ടയർ മാറി കാണും? ടയർ എനിക്കും അറിയാൻ വയ്യ, ഒരു 7-8 കാണണം. ആദ്യമായിട്ടാണ് ഞാൻ ഇപ്പൊ ഇട്ടേക്കുന്ന 180 സൈസാണ് ഇട്ടേക്കുന്നത്. ഫസ്റ്റ് ടൈം പവർ മാറുന്ന വണ്ടിയുടെ നല്ല പവർ വരുന്നതനുസരിച്ച് വണ്ടി ടയറിന് തേയ്മാനവും കൂടും, അത്ര ആക്സിലറേഷൻ കൊടുക്കുമല്ലോ. ഇപ്പൊ നമ്മൾ എന്തായാലും വണ്ടി മേടിച്ചിട്ട് വെറുതെ പെതുക്കെ ഓടിക്കാൻ പോകുന്നില്ല, പക്ഷേ കൈയൊക്കെ കൊടുത്ത് ഓടിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കും. നമുക്ക് ലൊക്കേഷൻ ഒന്ന് മാറ്റാമല്ലേ, ആൾക്കാർക്ക് ചിലപ്പോൾ മടുപ്പ് വരും. ഓക്കെ, അങ്ങോട്ട് മാറ്റാം. കൊള്ളാമോടെ വീഡിയോ? ഉള്ളതല്ലേ, ബൈക്കിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. നീ റമ്മി പറഞ്ഞതൊക്കെ കട്ട് ചെയ്താളേ. അത് നമ്മൾ ആ ഫ്ലോയിൽ അങ്ങ് വന്നുപോയി. അറിയാ. ഓ, ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ബൈക്കിനെ പറ്റി സംസാരിച്ച മൊത്തം നമ്മളെ പറ്റി ആയിപ്പോ അല്ലേ. ഇതാണ് പോഡ്കാസ്റ്റ്. അത് കയറി ചളുങ്ങത്തില്ലല്ലോ. അപ്പം ചെറുതായിട്ട് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ മാറ്റി നമ്മള് എല്ലാം നമ്മൾ മാറി വീണ്ടും നമ്മുടെ ബൈക്കിനെ പറ്റി പറയാനായിട്ട് വന്നിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ ഈ യൂസ്ഡ് ബൈക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? എന്റെയാ? അതായത് ഇപ്പൊ KTM യൂസ്ഡ് ബൈക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്, നീ കുറെ കച്ചവടം കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അപ്പം KTM യൂസ്ഡ് ബൈക്സ്, അത് നല്ലൊരു ചോദ്യമാണ്. KTM യൂസ്ഡ് ബൈക്സ് എടുക്കുന്നതിനെ പറ്റിയുള്ള കാര്യത്തെ പറ്റി പറയാനാണെങ്കിൽ അതിനു വേണ്ടി മാത്രം ഒരു എപ്പിസോഡ് ചെയ്യേണ്ടതായിട്ട് വരും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം റോയ്ക്ക് അറിയാമല്ലോ, വർക്ക്ഷോപ്പ് നടത്തുന്ന ഒരു വ്യക്തിയാണ്. എന്നെക്കാളും കൂടുതൽ എന്തായാലും സലൻ റോയ്ക്ക് അറിയാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ KTMന്റെ വണ്ടികൾ നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു 40,000-50,000 കഴിഞ്ഞ വണ്ടികൾ ഞാൻ കൂടുതൽ അങ്ങനെ സെയിലിന് എടുക്കാറില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡുവൽ ഹെഡ്, നമ്മുടെ റോക്ക് റാമിനാണെങ്കിലും ക്യാം ഷാഫ്റ്റിനാണെങ്കിലും കുറഞ്ഞതൊരു ടൈമിംഗ് ചെയിനിലാണെങ്കിലും സൗണ്ട് ഉണ്ടായിരിക്കും. KTM എടുത്തിട്ട് എന്തായാലും മര്യാദയ്ക്ക് ടൂറിങ് കൊണ്ട് നടക്കുന്ന ആൾക്കാരായിരിക്കത്തില്ല, അത്യാവശ്യം പൊളിച്ചൊക്കെ ഓടിക്കുന്നവരായിരിക്കും. അത്യാവശ്യം നല്ല ഹീറ്റുള്ള വണ്ടികളാണ് KTMന്റെ വണ്ടികൾ. അപ്പോൾ ആ ഹീറ്റുള്ള വണ്ടികളാണ്ട് ഓയിലിന്റെ ലെവൽ സ്വാഭാവികമായിട്ടും കുറയും. കട്ട് അങ്ങനെ നമ്മൾ സ്വാഭാവികമായിട്ടും അതിന് ഹീറ്റും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട്. അപ്പോൾ ഓയിൽ താരതമ്യേന കുറയും. ഈ കുറയുന്ന സാഹചര്യത്തിൽ നമ്മൾ ഓയിൽ കുറഞ്ഞ രീതിയിലിട്ട് വണ്ടി ഓടിക്കുമ്പോൾ അതിന് തേയ്മാനം ഉണ്ടാവും, ഹീറ്റിൻ്റെ ആയിട്ടുള്ള തേയ്മാനം ഉണ്ടാവും. അങ്ങനെ നമ്മൾ KTMന്റെ വണ്ടി എടുക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് തരുന്ന നല്ല വണ്ടിയായിരിക്കും, പക്ഷേ എടുത്ത് കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും അതിനുള്ള പണി കിട്ടുന്നത്. അതുപോലെ തന്നെ ഓയിലെത്തുന്നില്ലേ? കത്തുന്നല്ല, അത് ഹീറ്റിങ് കാരണം വേപ്പറൈസ് ചെയ്ത് പോകുന്നത്, അതിന് പണി കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഫ്യൂവൽ പമ്പിന് ഇടയ്ക്കിടയ്ക്ക് പണി കിട്ടുന്നതാണ്. കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പണികളുണ്ട്. അത് കിട്ടിയിട്ടുണ്ട്, അത് മറച്ചു വെച്ചിരുന്നില്ലേ? അതിന്റെ മോട്ടർ വെയിലത്ത് ഓവറായിട്ട് വെയിൽ കൊള്ളുമ്പോഴേ സ്റ്റാർട്ട് ആവൂല, സൗണ്ട് മാത്രം. ഒന്നും നോക്കാനില്ല, ബാക്കി എല്ലാ സാധനങ്ങളും ചീപ്പ് റേറ്റിൽ തന്നെ നമുക്ക് കിട്ടും. ബ്രേക്ക് പാഡാണെങ്കിലും V3യുടെ തന്നെ ബാക്കിലത്തെ ബ്രേക്ക് പാഡിന് 1,300 ഒക്കെ അടുത്തുണ്ട് V3യുടേത്. പക്ഷെ ഇതിന്റെ എന്ന് പറഞ്ഞാൽ ഏകദേശം ബാക്കിലത്തെ 500. ബ്രേക്കിന്റെ ബാക്ക് റേറ്റ് കുറവാണ്, ഫ്രണ്ട് ഷോറൂമിൽ വാങ്ങണമെങ്കിൽ 3,000 റേറ്റ് ഉണ്ട്. അത് മറ്റേ ബ്രംബോർഡ്. പക്ഷെ ബ്രംബോർഡ് നല്ല വ്യത്യാസം, ഭയങ്കര വൈറ്റ് അല്ലേ? ഭയങ്കര വൈറ്റാ. നമ്മുടെ കടയിൽ ഇപ്പൊ അതിന്റെ സാധനം കിടപ്പുണ്ട്, റേറ്റ് കുറവാ. എത്ര രൂപ? ഇതിന്റെ ഇടയ്ക്ക് ചെറിയ പ്രൊമോഷൻ 1,700 രൂപ. 1,700 രൂപ വളരെ കുറവാണ്. 1,300 ഭയങ്കര ഡിഫറൻസ്. ഇതിനകത്ത് പിന്നെ ഈ സസ്പെൻഷൻ ഏതായിരിക്കുന്നത്? ഇത് എക്സ്പൾസിന്റെ സസ്പെൻഷൻ. എക്സ്പൾസിന്റെ അതാ ഞാൻ ഭയങ്കര ഹൈറ്റ് ആയിട്ട് തോന്നിയ വണ്ടി. അതിന്റെ ഹൈറ്റും ഉണ്ട്. റാലിയുടെ ആണോ അതോ? അല്ല, റാലിയുടെ അല്ല, നോർമൽ. ഇതിന്റെ ഗുണം എന്ത്? ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ലതായിട്ട് കിട്ടും. എന്ന് വെച്ചാൽ ഇതിന്റെ അണ്ടർ എക്സോസ്റ്റ് ആയതുകൊണ്ടേ ഈ കട്ടറല്ല, ഈ ഹമ്പൊക്കെ ചാടാൻ നേരത്ത് ഭയങ്കരമായിട്ട് അടി അടിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഷോക്ക് കിട്ടിയതിനു ശേഷം ആ ഒരു ഇഷ്യൂ പോയി. പിന്നെ ബേക്കറി ആളെ എടുത്തുകൊണ്ട് ടോപ്പ് ബോക്സ് ഒക്കെ വെച്ച് പോകാൻ നേരത്തും കട്ടറൊക്കെ ചാടിയാലും വലിയ ഇടി കിട്ടുന്നില്ല. സ്പ്രിങ്ങിന്റെ ലെങ്ത് ഇത് കൂടുതലായോണ്ട് ട്രാവൽ കൂടുതലല്ലേ? അതുകൊണ്ട് നൈസായിട്ട് ട്രാവൽ ചെയ്യാം. ഈ ഇടയ്ക്കിനകത്ത് അഡ്വഞ്ചർ 390യുടെ സസ്പെൻഷൻ ഒക്കെ കയറ്റിയല്ലേ? ഫ്രണ്ട് കയറ്റിയായിരുന്നു. അത് പക്ഷെ കയറ്റിയ സമയത്ത് കോർണർ ചെയ്യാൻ നേരത്ത് നമ്മൾ വിചാരിച്ച കണക്ക് നിൽക്കുന്നില്ല. കോർണർ ചെയ്യാൻ നേരത്ത് ലോങ് ട്രാവൽ ആയതുകൊണ്ട് കൂടുതലായോണ്ടേ മറ്റേ പാളുന്നില്ലേ? നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തോട്ട് വളയുന്നില്ല, കുറച്ച് കയറി പോകണം, ഓവറായിട്ട് കയറി പോകണം. അത് ആ ലോങ് ട്രാവൽ സസ്പെൻഷൻ ഇരിക്കുന്നതുകൊണ്ടാണ്. പിന്നെ അതും സ്റ്റിഫാണ്,
കുറച്ച് കട്ടിയുള്ള സസ്പെൻഷൻ ആണ്, പക്ഷെ ഇത്രയും കട്ടി കാണത്തില്ല. പിന്നെ കിക്ക് ഷിഫ്റ്റർ ഒക്കെ ഉണ്ടല്ലോ അതുള്ള ഇപ്പോഴും ഓക്കെയാണ് വർക്കിംഗ്. ഞാൻ പക്ഷെ അതങ്ങനെ യൂസ് ചെയ്യാറില്ല, അത് ചെയ്തില്ല. ഞാൻ കൂടുതലും കിക്ക് ഷിഫ്റ്റർ ഓഫ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ആ ഒരു ക്ലച്ച് മാനുവലി പിടിച്ച് അതിന്റെ ഷിഫ്റ്റിങ്ങിന് ഒരു ചെറിയൊരു സൗണ്ട് ഉണ്ട്. ഒരു നല്ലൊരു RPM കൊടുത്ത് കയറാൻ നേരത്തെ ആ സൗണ്ട് അറിയാതെ പോകും. ചെറിയ RPMലൊക്കെ ആണെങ്കിലും വണ്ടിയിലെ എഞ്ചിൻ സ്മൂത്ത് അല്ല. V4 നല്ല സ്മൂത്ത്. R15 V4 പറയാൻ വന്ന ഓടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഒന്നും അറിയത്തില്ല, ഇങ്ങനെ പഴം പോലെ RTR 310 ഓടിച്ചിട്ടുണ്ടോ? അത് ഓടിച്ചില്ല. V4 നല്ല സ്മൂത്ത്, പഴം കണക്ക് ഇങ്ങനെ നല്ല സ്മൂത്ത്. പക്ഷെ ഇതിന്റെ യമഹായും ഏറ്റവും വ്യത്യാസങ്ങൾ അതൊക്കെയാണ്. പിന്നെ വേറെ ഇപ്പൊ ഇറങ്ങിയ വണ്ടികൾ ഡ്യൂക്ക് 390 അത്യാവശ്യം സ്മൂത്താന്നൊക്കെയാ പറയുന്നത്. സ്മൂത്താണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇത് സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്ന സാഹചര്യത്തിൽ വേറെ ഒന്നും ചിന്തിക്കാനില്ല, പാർട്സും കാര്യങ്ങളൊക്കെ വില കുറവാണ്. എഞ്ചിൻ സൈഡും ഫ്യൂൽ പമ്പ് സൈഡും നിങ്ങൾ മസ്റ്റായിട്ടും ചെക്ക് ചെയ്തിട്ട് എടുക്കാൻ പാടുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ചെറിയ പണിയൊന്നും ആയിരിക്കത്തില്ല. എത്ര രൂപ വരും ഫുൾ റീബിൽഡിങ് അറിയാലോ? ലേബർ മാത്രം 8,000 രൂപ മാത്രം, ലേബർ മാത്രം വരും. ഈ സിലിണ്ടർ ഒക്കെ ഇപ്പൊ ഡൊമിനോന്റെ ഒക്കെ വയ്ക്കുന്നുണ്ട്, പക്ഷെ അത് പവർക്ക് ഭയങ്കര കുറവ് കിട്ടും. സിലിണ്ടർ ഡൊമിനോന്റെ സൂട്ടാവും, പക്ഷെ അതിന്റെ പവറൊക്കെ കുറച്ച് കുറവ്. പവർ കുറയാൻ കാര്യം വെച്ചാൽ അത് മറ്റേ ഇതിനകത്ത് വരുന്ന ഡയാസിൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സിലിണ്ടറാണ്, അത് കുറച്ച് വെയിറ്റ് കൂടുതലാ ഡൊമിനറിന്റെ എഞ്ചിൻ. അപ്പൊ അതിന്റെ ആയിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ വരും. പിന്നെ ഈ വയറിംഗ് കിറ്റിലൊക്കെ പണിഞ്ഞിട്ടുണ്ടോ നോക്കണം. ECU ഒക്കെ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ECU പിന്നെ അങ്ങനെ കംപ്ലൈന്റ് വരാറില്ല. അവിടെ 2-3 വണ്ടി വന്നിട്ടുണ്ട് കടയിൽ വന്നിട്ടുണ്ടോ? കംപ്ലൈന്റ് 2 വണ്ടി അവിടെ ഇരിപ്പുണ്ട്. ECU ഭയങ്കര വില കേട്ടോ, 20,000 എഞ്ചിൻ പണിയേക്കാളും വലുതാ. പക്ഷെ അങ്ങനെ ഈ എഞ്ചിൻ പണി പോലെ അങ്ങനെ കോമൺ അല്ല, ഒറ്റപ്പെട്ട സംഭവമായിരിക്കും. പിന്നെ വയറിംഗ് കിറ്റ് ശ്രദ്ധിക്കണം, അതുപോലെ ഇടിച്ച വണ്ടിയാണെന്നും കൂടെ ശ്രദ്ധിക്കണം. ക്യാമറ ഇടന്ന് കുലുങ്ങാണ് അവിടെ, കുലുക്കം ഒരാട്ടം. ഈ പറഞ്ഞ പോലെ ഈ ഇടിച്ച വണ്ടി അങ്ങനെയും വരാറുണ്ട്. നിങ്ങൾ അന്ന് RC3 ഇനി നമുക്ക് ഡ്യൂക്കിനെ പറ്റി പറഞ്ഞത് ഓക്കെ. മൈലേജ് എങ്ങനെയുണ്ട്? മൈലേജ് ഇതിന് ഒരു 25-27. മെയിൻ്റെനൻസ് ഒക്കെ താങ്ങാൻ പറ്റുന്ന മെയിൻ്റെനൻസ് ആണ്. മെയിൻ്റെനൻസ് എനിക്ക് ഇതിപ്പോ ഓയിൽ ചേഞ്ച്, ഫിൽട്ടേഴ്സ് അത് മാത്രമേ ഞാൻ മാറാറുള്ളൂ. വേറെ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. വേറെ എനിക്ക് അങ്ങനെ വരാറില്ല. ബാക്കിയൊക്കെ നമ്മൾ പ്രൊമോഷൻ വർക്ക് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ PPF വർഷത്തിൽ 3 തവണ. ഈ പറഞ്ഞ എന്റെ കാര്യം അതൊക്കെ തന്നെയാണ്. ഞാൻ R15 എടുത്തിട്ട് എനിക്കൊന്നും ആദ്യത്തെ ഒരു 4 സർവീസ് ഞാൻ ഷോറൂമിൽ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ മൊത്തം ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത്, അത് മാത്രമല്ല ഞാൻ പ്രൊമോഷൻ അല്ല, സിമിയാഷന്റെ ഷോറൂമിലാണ് ചെയ്യുന്നത്. അവിടെ പിന്നെ നമുക്ക് ലേബർ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ എന്താ അപ്പൊ ഇനിയിപ്പോ നമുക്ക് RC300 ഈ സെയിം വണ്ടി ഇരുന്നിട്ട് RC300 എന്തുകൊണ്ടാണ് ഇതൊക്കെ എന്ന് വെച്ചാല് ഞാൻ പ്രേര് വരാൻ ഡ്യൂക്ക് എടുത്തതിന് ശേഷം മുമ്പ് ഇട്ടതാ. അപ്പൊ ഇതൊക്കെ എന്റെ മൈൻഡിലുള്ള ഒരു ബൈക്കായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും ഈ ബൈക്കൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ അതിന്റെ ഇഷ്ടം ഇപ്പോഴും കിടപ്പുണ്ട്. പക്ഷെ എടുക്കാൻ പറ്റിയ സമയത്ത് നല്ലൊരു വണ്ടി ഇങ്ങനെ സത്യത്തില് ആൾക്കാര് ഇപ്പൊ നമ്മളിപ്പോ 390 ഉപയോഗിച്ചിട്ട് ഇനി ഈ വണ്ടി എടുക്കാൻ പോവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ചിലപ്പോൾ കളിയാക്കും എന്ന് തോന്നിയിട്ടുള്ള വണ്ടികൾ ഏതെങ്കിലും മനസ്സിൽ കിടപ്പുണ്ടോ? മനസ്സിലായില്ല. ഇപ്പൊ ഞാനിപ്പോ ഉദാഹരണത്തിന് R15 ഉപയോഗിച്ചിട്ട് എനിക്ക് ചില സമയത്ത് എനിക്ക് കൊണ്ട് ഇളകും. എനിക്ക് ചില സമയത്ത് ക്രൈസ് ചില വണ്ടികളോട് തോന്നും. ചിലപ്പോൾ സുസുക്കിയുടെ ജിക്സർ എടുക്കാൻ തോന്നും. കൊടുത്തിട്ടല്ല, വെച്ചോണ്ട് തന്നെ. അപ്പൊ ആൾക്കാർ നീ ചെറിയ വണ്ടിയിലോട്ടൊക്കെ പോകുന്ന അങ്ങനെ എന്തെങ്കിലും ചെറിയ വണ്ടികൾ മനസ്സിൽ വന്നിട്ടുണ്ടോ? എടുത്തായിരുന്നല്ലോ അത് അളിയന് സർപ്രൈസ് കിട്ടി. നല്ല ആളിയനെ പിന്നെ എവിടെ 390 ഇരുന്നിട്ടാണ് ഞാൻ എക്സ്പൾസ് കൊടുത്തത്. പക്ഷെ പർപ്പസ് വേറെ ആയിരുന്നു. പക്ഷെ എനിക്കിപ്പോഴും ഡ്യൂക്ക് കൊണ്ടോണ്ട് ഇപ്പോഴും ആഗ്രഹമുണ്ട്. നല്ലൊരു വണ്ടി ഒത്തിട്ട് ഞാൻ ഇപ്പൊ എടുക്കും. ഞാനും അതുപോലെ കറങ്ങി നടക്കാണ്. പക്ഷെ നല്ല വണ്ടി കിട്ടാനില്ല. CCയുടെ അല്ല, നമ്മളെ ഓരോ ഇഷ്ടപ്പെട്ട ഓരോ ബൈക്കുകളുണ്ട്. ആ ഒരു സമയത്ത് നമ്മളിപ്പോ NS200 എല്ലാം ആ സമയത്ത് ഭയങ്കര പ്രാന്ത് എടുത്തിട്ട് വണ്ടിയായിരുന്നു. എനിക്ക് NS200 ഭയങ്കര ഇഷ്ടമായി. വീട്ടിൽ പറഞ്ഞ ഇരിപ്പുണ്ട്, പക്ഷെ ഓടിക്കാൻ പറ്റാത്ത കണ്ടീഷനിൽ ഇരിക്കുന്നത്. അത് ആക്രി വണ്ടി പറയും. കണ്ടിട്ടില്ലേ? അത് വളരെ ഷോക്കിരിക്കുകയാണ്. ആക്രി കണ്ടീഷനിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ ഒരു ജിക്സറൊക്കെ ഓടിച്ചിട്ടുണ്ടോ? നല്ല രസം ഓടിക്കാൻ. എനിക്ക് എത്ര ഇൻട്രസ്റ്റ് തോന്നിട്ടില്ല വണ്ടി. അത് 150 ജിക്സർ നല്ല വണ്ടിയാ. അതെ സുസുക്കിക്കാർ പ്രൊമോഷൻ എന്തെങ്കിലും കൊടുത്താൽ മതി. അപ്പം RC390 ഈ BS3 ആയിട്ടും എന്തെങ്കിലും ചെറിയ പണികളോ എല്ലാം? RC390 ഞാൻ എടുത്തോണ്ട് കൊണ്ടുവന്ന് ഫുൾ റീസ്റ്റോറേഷൻ ചെയ്ത്, എഞ്ചിൻ പരമായിട്ടല്ല ബാക്കി ബോഡി പാർട്സും ചെയ്സും എല്ലാം റീപെയിന്റ് ചെയ്ത്, റീസ്റ്റോറേഷൻ ഫുൾ റീപെയിന്റ്. പാർട്സും കാര്യങ്ങളൊന്നും അങ്ങനെ മാറിയിട്ടൊന്നുമില്ല. നല്ല വണ്ടിയാണ്, ക്ലീൻ വണ്ടിയായിരുന്നു കിട്ടിയത്. വൈസറും കാര്യങ്ങളും അങ്ങനെ ഫുഡ് റെസ്റ്റും അങ്ങനെ ചെറിയ പീസിൽ മാത്രമേ മാറിയിട്ടുള്ളൂ. പക്ഷെ വണ്ടി നല്ല നീറ്റ് വണ്ടിയായിരുന്നു. അത് ഞാൻ
എനിക്ക് ലോങ് ഓടിക്കാൻ പറ്റൂലെന്ന് വിചാരിച്ചാൽ എടുത്തത്. പക്ഷെ അതുകൊണ്ട് എറണാകുളത്തേക്ക് പോയി വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഓൾറെഡി എനിക്ക് ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ കുറച്ച് പെയിനാണ്. ലോങ് റൈഡ് പോകാം. പക്ഷെ വണ്ടി ഇപ്പോഴും നീറ്റാണ്, കാണാനൊക്കെ ഭയങ്കര ഇഷ്ടം. ആര് എന്തായാലും ഇപ്പോഴും റോഡ് പ്രസൻസ് ഉണ്ട്. 2014 ഇപ്പൊ ഇറക്കിയാലും അവർക്ക് ആ പഴയ സെയിൽ തിരിച്ചു പിടിക്കാം. പിന്നെ അവരെന്തോ ഹാൻഡിലിങ്ങിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തോണ്ടായിരിക്കും പുതിയ വണ്ടി ഇറക്കിയത്. പുതിയ വണ്ടി ഹാൻഡിലിങ് പുതിയ പഴയ അതിനേക്കാളും 14 മോഡൽ വണ്ടിയല്ലേ ആ വണ്ടി. ഇപ്പോഴും റോഡിൽ ഇറക്കിയാലും ഒരു സൂപ്പർ ബൈക്ക് ഒക്കെ പോകുന്ന ആൾക്കാർ നോക്കുന്നതല്ല, സെയിൽ പഴയപോലെ തിരിച്ചു വരും. ലുക്ക് ഫ്യൂച്ചറിസ്റ്റിക് അല്ലേ, 2050 വരെ ഇങ്ങനെ പോലെ ഓടും ആ ഒരു ഡിസൈൻ. 50 അല്ല, അതിന് മേളം 220 ഓടുന്നില്ലേ. 220യുടെ കാര്യം പറഞ്ഞ 220 നമ്മൾ എഞ്ചിൻ പണിയുടെ കാര്യം മാത്രമേ പറഞ്ഞത്. അതെന്ത് വണ്ടി ഇപ്പൊ വണ്ടി കൊടുത്തു ഞാൻ വീഡിയോ ഇട്ടായിരുന്നു. അത് അള്ള പന്നി ഒന്ന് വിളിക്കാറില്ല ഓപ്പണായിട്ട് വീഡിയോ ഇട്ട്. അത് പിന്നെ നമുക്ക് യൂസ് ഇല്ലെങ്കിൽ അത് സത്യം പറഞ്ഞാൽ ഇനിയിപ്പോൾ ആ സമയത്ത് എനിക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റൂലായിരുന്നു. അതായത് വണ്ടി ഇപ്പം ആരുടെ കയ്യിലാണ്, അവർക്ക് പ്രശ്നം വരാം, അല്ലെങ്കിൽ ഞാൻ തന്നെ ഓപ്പണായിട്ട് പറഞ്ഞാൽ എനിക്ക് തന്നെ ചിലപ്പോൾ കാണുന്ന ആൾക്കാർ പണി തരും. അതൊരു എഞ്ചിൻ പണി കിട്ടിയതിന് ശേഷം ആ വണ്ടി ഞാൻ വേറൊരു എഞ്ചിൻ എടുത്ത് കയറ്റിയതാ. സത്യം പറഞ്ഞാൽ അതൊരു കള്ളവണ്ടി കണക്കാ കൊണ്ടു നടന്നത്. ഒരു ആക്സിഡന്റ് വല്ലതും സംഭവിച്ചാൽ കേസാവും. അതുകൊണ്ട് ലോങ് റൈഡ് എവിടെയെങ്കിലും പോകാൻ നേരത്തെ ആക്സിഡന്റ് വല്ലതും സംഭവിച്ചാൽ എഞ്ചിൻ നമ്പർ ഇല്ല. ആ വണ്ടി ഞാൻ 2-3 കൈ മറിഞ്ഞു. ആരെല്ലാണെന്ന് എനിക്കിപ്പോൾ അറിയാൻ വയ്യ. നമ്മുടെ ഈ പറഞ്ഞ ബ്രോയ്ക്ക് ഇപ്പം 220 ഒരു വലിയൊരു ഒരു വഴിത്തിരിവാ തന്നത്. 220 ഇപ്പൊ നമ്മളിപ്പോ ഈ പറയുന്ന പോലെ നമ്മുടെ കാലം മാറുന്നതനുസരിച്ച് നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ മാറേണ്ടതായിട്ട് വരും. അങ്ങനെ വന്ന വണ്ടിയാണ് ഈ സാധനം. ഈ വണ്ടി ഇത് ഇല്ലെങ്കിൽ കൂട്ടത്തിൽ ഒരു പക്ഷെ ആ വണ്ടിക്ക് എഞ്ചിൻ പണി വന്നില്ലായിരുന്നെങ്കിൽ ഈ ലെവൽ വരെ എത്തുമെന്ന് എടുക്കുമായിരുന്നു, കൺഫേം ആണ്. പക്ഷെ ഇത്രയും റീച്ചിലോട്ട് വഴിത്തിരിവ് ഉണ്ടായാലും ഒരു ഓളം സൃഷ്ടിച്ചെടുക്കത്തില്ലായിരുന്നു. എന്തായാലും ഒരിക്കലും വരത്തില്ല. കാര്യം ഈ വണ്ടി എഞ്ചിൻ പണി വന്നതിന് മുമ്പുള്ള വ്യൂസും അതിന് ശേഷമുള്ള വ്യൂസും രണ്ടും രണ്ടാണ്. പിന്നെ ആ സമയത്ത് ഒരുപാട് എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാർ പൈസയൊക്കെ തരാന്ന് പറഞ്ഞ്, പക്ഷെ സനൽ അതൊന്നും മേടിച്ചില്ല. അതാണ് സനലിന്റെ ക്വാളിറ്റി. അങ്ങനെ അല്ല, ഞാനാണ് മേടിച്ചത്. എനിക്ക് ഇഷ്ടമുള്ള എനിക്ക് ബാങ്ക് അക്കൗണ്ട് ചോദിച്ചു. ആ സമയത്ത് ഞാൻ ബാങ്ക് അക്കൗണ്ട് ഒരു സ്റ്റോറി ആയാലും ഇട്ടിരുന്നെങ്കിൽ ആ പൈസ കൊണ്ട് ഒരു ഡൗൺ പേയ്മെന്റ് എടുത്തിട്ട് 2 മേടിക്കായിരുന്നു. അത്രയ്ക്ക് ഒരു വണ്ടിയില് ഡൗൺ പേയ്മെന്റ് കൊടുക്കായിരുന്നു. ഏകദേശം 1.5 ലക്ഷം രൂപയെങ്കിലും എനിക്ക് കിട്ടിയാട്ടോ. 1.5 ലക്ഷം രൂപയെങ്കിലും ഉറപ്പായിട്ടും കിട്ടിയത്. അപ്പൊ ഈ പറഞ്ഞ പോലെ എന്റെ കാര്യം എനിക്കങ്ങനെ വഴിത്തിരിവ് ഇതുണ്ടായിട്ടില്ല. ഞാൻ ഒരു വഴിത്തിരിവ് ഉണ്ടാകാൻ വേണ്ടി ഇറങ്ങി തിരിച്ചത് ചെറിയൊരു ഫ്ലോപ്പ് ആയിപ്പോയി. പക്ഷേ ഫ്ലോപ്പ് അല്ല, വൻ വിജയം തന്നെ ആയിരുന്നു. പക്ഷെ എനിക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. 24 മണിക്കൂർ കൊണ്ട് കേരളം മൊത്തം കറങ്ങാം, എല്ലാ ജില്ലയും കറങ്ങാൻ വേണ്ടി നമ്മൾ അവസാനം വർക്കിലെ കണ്ട ഓർമ്മയില്ല. നമുക്ക് ഇന്നലത്തെ പോലെ ഇല്ലേ, 4 വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഓർക്കാൻ തന്നെ ഒരു സുഖമുള്ള കാര്യങ്ങളാണ്. ഇനിയിപ്പം യൂട്യൂബ് ഇനി ഒരു പ്രൊഫഷണലായിട്ട് എടുക്കാനായിട്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പ്രൊഫഷണലായിട്ട് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് വെച്ചെങ്കിൽ പ്രൊഫഷണലാക്കാൻ ഒരു വഴിയില്ല. പക്ഷേ യൂട്യൂബ് എന്നും നമ്മുടെ കൂടെ, എൻ്റെ കൂടെ കാണും. ഞാൻ യൂട്യൂബിൽ വീഡിയോ എന്നും ഇടും. എന്നുമല്ല, ആഴ്ചയിൽ ഒരു 3 വീഡിയോ എങ്കിലും ഇടാൻ വേണ്ടി ഞാൻ അതിന് മെനക്കെടും. കാരണം ഞാൻ ഒരു ജോലിക്ക് ഇതുവരെ പോയിട്ടില്ല. ബ്രോ പോയിട്ടുണ്ട്? ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ ജോലിക്ക് പോയിട്ടുണ്ട്, കാറ്ററിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാതെ നമ്മൾ മറ്റുള്ള കൂലിപ്പണി പോലെ പണികൾ അല്ലാതെ എന്തെല്ലാം പണികൾ ചെയ്യുക അതെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഈ ഒരു ജോലി സ്ഥാപന മേഖലയിൽ ചേറി നിൽക്കുക, അല്ലെങ്കിൽ കുറേ നാൾ വർക്ക്, അങ്ങനെ ഒരു സംഭവം ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഓർമ്മ വെച്ച ആൾ തൊട്ട് ഈ പറഞ്ഞ പോലെ യൂട്യൂബിൽ വീഡിയോ ഇട്ട് തുടങ്ങിയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇത് അങ്ങോട്ട് വിട്ട് മാറ്റി നിർത്തിയിട്ട് വേറെ ജോലിക്ക് പോകാൻ ചാൻസ് ഇല്ല. ഇത് വീഡിയോ ഇടുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത സമാധാനമുള്ള സുഖമാണ് യൂട്യൂബിൽ വീഡിയോ ഇടാന്നുള്ളത്. വണ്ടി കച്ചവടം കാരണമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം. സനൽ പറഞ്ഞോളൂ, ഇത് നിങ്ങൾ യൂട്യൂബിൽ തന്നെ ഞാനും തന്നെ യൂട്യൂബ് ഞാൻ എന്തായാലും വിടത്തില്ല. യൂട്യൂബ് എന്നെ ബ്ലോക്ക് ചെയ്യുന്നവരെ ഞാൻ എന്തായാലും യൂട്യൂബ് വീഡിയോ ഇടും. യൂട്യൂബ് ബ്ലോക്ക് ചെയ്ത് അങ്ങനെ വീഡിയോ ഇടും? അതാ യൂട്യൂബ് ബ്ലോക്ക് ചെയ്യുന്നത് തരാം, ബ്ലോക്ക് ചെയ്യുന്നവരാ അതന്നെ ചെയ്യുന്നവരെ വീഡിയോ ഇടും. പക്ഷെ ഇതൊരു പ്രൊഫഷണലായിട്ട് കൊണ്ടു നടക്കാൻ ഇപ്പൊ പാടായിരിക്കും. അതിന്റെ കൂടെ എന്തെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിന്റെ ബേക്കിൽ നിന്ന് ചെയ്യണം. പക്ഷെ എന്നാലും കുറെ നാളൊന്നും പോകത്തില്ല. അല്ല, ഇപ്പം തുടങ്ങുന്ന ആൾക്കാരൊക്കെ നമ്മളെക്കാട്ട് റീച്ചുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ റീൽസ് ഉണ്ട്, എന്നിരുന്നാലും ആ രീതിയിലുള്ള പ്രാങ്ക് വീഡിയോസ് ഒക്കെ എന്നാലും ആ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്നാലും ആദ്യത്തെ കുറച്ച് നാൾ യൂട്യൂബിന്റെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. വരുമാനം ഇപ്പൊ മോട്ടോർ ബ്ലോഗിങ് കുറച്ച് ഇതായിപ്പോയി, അതുകൊണ്ടാണ് നമ്മൾക്ക് ഉള്ള പ്രശ്നം വന്നത്. ഇനിയിപ്പോ കാറ് പോലുള്ള വണ്ടികളൊക്കെ നമ്മൾ ഇനിയിപ്പോ റിവ്യൂലൊക്കെ ആയിട്ട് കൊണ്ടുവരാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ദിവസത്തെ ഇപ്പോഴത്തെ ആ ഒരു ചെറിയൊരു പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. ഭാവിയിൽ നമ്മൾ നല്ലൊരു സെറ്റപ്പിൽ തുടങ്ങാനായിട്ടുള്ള ഒരു ആഗ്രഹം എന്തായാലും നമ്മൾ തുടങ്ങിയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. സെറ്റാണ്. ആഴ്ചയിൽ ഒരു ചെറിയൊരു പോഡ്കാസ്റ്റ്, അതാണ് നമ്മുടെ മനസ്സിലുള്ള ഞാൻ സ്വപ്നം കണ്ട പോഡ്കാസ്റ്റ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ അത് കേൾക്കും.
പ്രോസ്റ്റിറ്റ്യൂട്ട്. ഞാൻ വണ്ടി അവിടെ പെയിന്റ് അടിക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് അത് വന്നത്. അതെ അതെ, ഈ വണ്ടി മൊത്തത്തിലൊന്ന് രജിസ്റ്റർ എന്തൊക്കെയോ വർക്ക് മൊത്തത്തില്ല, ഫ്രണ്ട് ചേസ് മാത്രം ഒന്ന് ഓറഞ്ച് കുറച്ചും കൂടെ ഹൈലൈറ്റ് ആക്കാൻ വേണ്ടി. ഇതിനെ അറിയാലോ, ഇത് എന്തെങ്കിലുമൊക്കെ ഒരു പണി കാണും. പണി എന്ന് പറഞ്ഞാൽ കംപ്ലൈന്റ് അല്ല, എന്തെങ്കിലും കഴിച്ച് പണിഞ്ഞോണ്ടിരിക്കും. വിരിവിലായിരിക്കുമല്ലേ ഈ വർക്ക്ഷോപ്പ് വരുന്നതിന് മുമ്പേ ഇത് തന്നെ ആയിരുന്നു. ഇപ്പൊ വർക്ക്ഷോപ്പ് വന്നപ്പോ സ്ഥിരം അവിടെ തന്നെ. തീരെ അവിടെ തന്നെ. അപ്പൊ എന്തായാലും ഈ വണ്ടി 60,000 കിലോമീറ്റർ ഓടിച്ച് ഇനിയിപ്പോ നാളെ ഇനി പണി വന്നു കഴിഞ്ഞാൽ എന്റെ ഇരിക്കും എല്ലാം കൂടെ ഇനി എടുത്തിട്ട് പോകാന്ന് വെച്ചാൽ. അപ്പൊ എന്തായാലും അതൊക്കെ തന്നെയാണ് നമ്മുടെ കാര്യങ്ങള്. ശരിയെന്നാ, കഴിഞ്ഞില്ലേ മതി. അടുത്ത പറയാനാണെങ്കിൽ 2021 തൊട്ട് ഇങ്ങോട്ട് ഇഷ്ടം പോലെ പറയാനുണ്ട്. അത് പറയാൻ നിന്ന് കഴിഞ്ഞാലല്ലോ പറയാൻ ഇഷ്ടമുണ്ട്, പക്ഷെ ഫോണിന്റെ സ്പേസും സമയമൊന്നും, നെറ്റ് അതൊക്കെ നമുക്ക് നെറ്റ് ഇഷ്ടം പോലെ ഉണ്ടോ, നമുക്ക് ഇഷ്ടം പോലെ വൈഫൈയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ട് കിടക്കല്ലേ, അതൊരു വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെ. അടുത്തൊരു വിഷയം എന്തിനെ പറ്റി വേണം നിങ്ങൾ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യും, ആരെ നമ്മുടെ ചാനലിൽ കൊണ്ടുവരണം. അതുപോലെ തന്നെ നമ്മുടെ AJ, അതുപോലെ തന്നെ ഈ പറഞ്ഞ മുബാറക്ക്, നോക്കൗട്ടർ, ഇവരൊക്കെ ചാനൽ നിർത്തിയ വീഡിയോ ഇടുന്ന പോലും ഇല്ല. അപ്പോൾ അവരെയൊക്കെ പറ്റിയിട്ട് വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യാം, അവരെയൊക്കെ കൊണ്ടുവരാം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലാണ്. ബൈ. മതി വാ. അതുപോലെ പാമ്പും കയറി ഇരുന്നാണോ ഇതൊരു 20 മിനിറ്റ് ആണോ ഇല്ലേ? 16 മിനിറ്റ്.